സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമായി വന്നു. അതിനുവേണ്ടി അവർ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി അവർ തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ നിയമനീതി മന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ എന്ന ഭീംറാവു റാംജി അംബേദ്കറിനെയാണ്. അദ്ദേഹം അന്ന് രൂപം നൽകിയ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്നും ഇന്ത്യയുടെ നെടുന്തൂണായി നിലകൊള്ളുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ BR അംബേദ്കറിന്റെ ജീവിത കഥയെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും നിരീക്ഷണങ്ങളെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം എന്നത് ഇന്ത്യയുടെ കൈപ്പേറിയ സത്യങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. 1891 ഏപ്രിൽ 14 പടിഞ്ഞാറൻ ഇന്ത്യയിലെ മോവിലെ ഒരു ദളിത് മഹർ കുടുംബം. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ റാംജി മാലോജി സക്പാൽ സുബേദാർ റാങ്കിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അമ്മ ഭീമാബായി സക്പാൽ. അദ്ദേഹത്തിന്റെ കുടുംബം മറാത്തി പശ്ചാത്തലമുള്ളവരായിരുന്നു. ഏകദേശം 1894 അദ്ദേഹത്തിന്റെ പിതാവ് വിരമിച്ചതിനെ തുടർന്ന് 2 വർഷത്തിന് ശേഷം അവരുടെ കുടുംബം സത്താറയിലേക്ക് മാറുകയുണ്ടായി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അമ്മ ഭീമാബായി മരണപ്പെട്ടു. ശേഷം 1897 അദ്ദേഹത്തിന്റെ കുടുംബം മുംബൈയിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ ചേർന്ന് പഠിക്കുകയുണ്ടായി. ആ സ്കൂളിൽ പ്രവേശനം നേടിയ ഏക അസ്പൃശ്യനായ വിദ്യാർത്ഥിയും അദ്ദേഹം തന്നെയായിരുന്നു. ഏകദേശം 15 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം 9 വയസ്സുള്ള രമാഭായിയെ വിവാഹം കഴിക്കുന്നത്. എന്നാൽ അംബേദ്കറിന്റെ ദാമ്പത്യ ജീവിതം എന്നത് രമാഭായിയുമായി മാത്രമായിരുന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 1948 ഡോക്ടർ ശാരദ കബീറിനെ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. 1907 മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ അദ്ദേഹം അടുത്ത വർഷം എൽഫിൻസ്റ്റൺ കോളേജിൽ അഡ്മിഷൻ നേടി. 1912 ബോംബെ സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നും രാഷ്ട്രീയ ശാസ്ത്രത്തിൽ നിന്നും അദ്ദേഹം ബിരുദം നേടുകയും ചെയ്തു. ബറോഡയിലെ, അതായത് ഇപ്പോഴത്തെ വഡോദരയിലെ ഗെയ്ക്വാർ അഥവാ ഭരണാധികാരി അദ്ദേഹത്തിന് ഒരു സ്കോളർഷിപ്പ് നൽകുകയുണ്ടായി. അതിലൂടെ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ, ജർമ്മനി എന്നിവിടങ്ങളിലെ സർവകലാശാലയിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസവും നേടി. ഗെയ്ക്വാറിന്റെ അഭ്യർത്ഥന പ്രകാരം ബറോഡ പബ്ലിക് സർവീസിൽ പ്രവേശിച്ചുവെങ്കിലും ഉയർന്ന ജാതിക്കാരായ സഹപ്രവർത്തകരിൽ നിന്നും മോശമായ പെരുമാറ്റം നേരിട്ടതിനെ തുടർന്ന് അദ്ദേഹം നിയമ പരിശീലനത്തിലേക്കും അധ്യാപനത്തിലേക്കും തിരിഞ്ഞു. ദളിതർക്കിടയിൽ നേതൃത്വം സ്ഥാപിക്കുകയും അവർക്കുവേണ്ടി വിവിധ ജേണലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സർക്കാരിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിൽ അവർക്കായി പ്രത്യേകം പ്രാതിനിധ്യം നേടുന്നതിലും അംബേദ്കർ വിജയം നേടി. ആ ഒരു സമയത്ത് കോൺഗ്രസും ഗാന്ധിയും ഇന്ത്യയിലെ അൺടച്ചബിൾസിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പച്ചയ്ക്ക് എഴുതി വിടുകയും ചെയ്തിരുന്നു. അസ്പൃശ്യരെന്നറിയപ്പെടുന്ന ദളിതരെ കേന്ദ്രീകരിച്ച് സാമൂഹിക വിവേചനത്തിനെതിരായി അദ്ദേഹം ഒരു പ്രചാരണം നടത്തുകയുണ്ടായി. അദ്ദേഹം തന്റെ സമീപനത്തിലൂടെ ദളിത് ബുദ്ധമത പ്രസ്ഥാനത്തെ പ്രചോദിപ്പിക്കുകയും ബുദ്ധമതം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ബാബാ സാഹിബ് തൊട്ടുകൂടായ്മയുടെ കയ്പിന്റെ കാഠിന്യം എന്തെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതിനൊരു ഉദാഹരണമാണ് പാത്രത്തിൽ നിന്നും വെള്ളം എടുക്കുവാൻ അനുവദിക്കാതെ വെള്ളം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ പിയൂൺ ദൂരെ നിന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ക്ലാസ് മുറികളിൽ പോലും മറ്റുള്ള സഹപാഠികൾക്കൊപ്പം ബെഞ്ചിലിരുത്താതെ ചാക്കിട്ട് തറയിലായിരുന്നു ഇരുത്തിയിരുന്നത്. ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹം പല റിപ്പോർട്ടുകളിലും പരാമർശിച്ചിട്ടുണ്ട്. മുംബൈയിലെ സിഡൻഹാം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇക്കണോമിക്സിൽ പ്രൊഫസറായി അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ സഹപ്രവർത്തകർ അദ്ദേഹവുമായി കുടിവെള്ള പാത്രം പോലും പങ്കിട്ടിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടിംഗ് ബിസിനസ്സും സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവിടെയും വില്ലനായി വന്നത് ജാതീയ വേർതിരിവ് തന്നെയായിരുന്നു. ദളിതനായ ഒരുവനാണ് ഇത് സ്ഥാപിച്ചത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇടപാടുകാർ അതിൽ നിന്നും പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ ജാതീയ വേർതിരിവിനെ സംബന്ധിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ധാരാളം അംബേദ്കറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ സൗത്ത് ബറോ കമ്മിറ്റിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാൻ ബാബാ സാഹിബിനെ ക്ഷണിക്കുകയുണ്ടായി. 1919 തൊട്ടുകൂടായ്മയ്ക്കെതിരായുള്ള ഇന്ത്യ ഗവൺമെന്റ് ആക്ടിന് കമ്മിറ്റി തയ്യാറെടുക്കുകയായിരുന്നു. അംബേദ്കർ അസ്പൃശ്യർക്കും മറ്റു മതസമുദായങ്ങൾക്കും പ്രത്യേക വോട്ടർമാരെയും സംവരണത്തെയും കുറിച്ച് അവിടെ വാദിക്കുകയുണ്ടായി. അങ്ങനെയിരിക്കെ 1920 മുംബൈയിൽ സൈലന്റ് ലീഡർ എന്നർത്ഥം വരുന്ന മൂക് നായക് എന്ന പേരിൽ ഒരു വാരികയുടെ പ്രസിദ്ധീകരണവും ആരംഭിച്ചു. കൂടാതെ 1925 ഏപ്രിൽ 10-നും 11-നും അധസ്ഥിതരുടെ ദേശീയ സമ്മേളനങ്ങളും വിളിച്ചുകൂട്ടി. അഭിഭാഷകനായിരിക്കെ 1926 3 ബ്രാഹ്മണേതര നേതാക്കളെ അദ്ദേഹം വിജയകരമായി പ്രതിരോധിക്കുകയുണ്ടായി. ഇത് ജാതി വർഗീകരണത്തിനെതിരായ വിജയമായും തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ തുടക്കമായും പരക്കെ കണക്കാക്കപ്പെട്ടു. കൂടാതെ ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാനും തൊട്ടുകൂടാത്തവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും അദ്ദേഹം ഒരുപാട് ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ദളിതരുടെ വിദ്യാഭ്യാസം, ക്ഷേമം, സാമ്പത്തിക സാമൂഹിക പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ബഹിഷ്കൃത ഹിതകാരിണി സഭ എന്ന ഒരു കേന്ദ്ര സ്ഥാപനവും സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ 1927 തൊട്ടുകൂടായ്മയ്ക്കെതിരെ സജീവമായ ഒരു പ്രസ്ഥാനം ആരംഭിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. പൊതു കുടിവെള്ള സ്രോതസ്സുകൾ തുറക്കുന്നതിനായി അദ്ദേഹം പൊതു പ്രസ്ഥാനങ്ങളും ജാഥകളും ആരംഭിച്ചു.
കൂടാതെ പട്ടണത്തിലെ പ്രധാന വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കോരാൻ നിഷേധിക്കപ്പെട്ടവർക്ക് അതിനുള്ള അനുവാദവും നേടിക്കൊടുത്തു. ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയും അദ്ദേഹം ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. 1927 അവസാനത്തിൽ ഒരു സമ്മേളനത്തിൽ ജാതി വിവേചനത്തെയും തൊട്ടുകൂടായ്മയെയും പ്രത്യയശാസ്ത്രപരമായി ന്യായീകരിച്ചതിന് മനുസ്മൃതിയെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തൊഴിൽ ജനനം കൊണ്ട് ഉറപ്പിക്കപ്പെടുന്നുവെന്നും അതിന്റെ ഫലമായി മറ്റു മേഖലകളിലെ തൊഴിലാളികളുടെ ചലനശേഷി കുറയുന്നുവെന്നും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വികാസത്തെ കൂടുതൽ ബാധിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. 1930 ഓഗസ്റ്റിൽ നാഗ്പൂരിൽ അധകൃത വിഭാഗക്കാരുടെ അഖിലേന്ത്യാ സമ്മേളനം ചേർന്നിരുന്നു. അംബേദ്കർ ആയിരുന്നു അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്. 1930 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം ലണ്ടനിലേക്ക് പോവുകയും അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അംബേദ്കറിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ ഒരു നിർണായക പങ്കുവഹിച്ച മറ്റൊരു സംഭവമായിരുന്നു പൂന ഉടമ്പടി. എന്താണ് ഈ പൂന ഉടമ്പടി എന്ന് നമുക്ക് നോക്കാം. 1932 സെപ്റ്റംബർ 24-ന് മഹാത്മാഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും പൂനെയിലെ യേർവാഡ സെൻട്രൽ ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ സഭയിലെ തിരഞ്ഞെടുപ്പ് സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനായി അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി ഒപ്പുവെച്ച കരാറായിരുന്നു ഇത്. 1932 ഓഗസ്റ്റ് 4-ലെ കമ്മ്യൂണൽ അവാർഡിന്റെ ഫലമായി സാമുദായിക താൽപര്യങ്ങൾ തമ്മിലുള്ള വിവിധ പിരിമുറുക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വിവിധ സമുദായങ്ങൾക്ക് ഇന്ത്യയിലെ നിരവധി നിയമനിർമ്മാണ സഭകളിൽ സീറ്റുകൾ അനുവദിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർദ്ദേശിക്കുകയുണ്ടായി. ദളിതരുടെ നേതാക്കൾ, അതായത് പ്രധാനമായും അംബേദ്കർ, ദളിതുകളെ അവരുടെ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുമെന്ന വിശ്വാസത്തോടെ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു. എന്നാൽ മറുവശത്ത് മഹാത്മാഗാന്ധി അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യത്തിനായുള്ള ശ്രമത്തിൽ ഇത് ഇന്ത്യയെ ദുർബലപ്പെടുത്തുമെന്ന അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം പിൻവലിക്കുവാൻ വേണ്ടി ജയിലിൽ ഗാന്ധി മരണം വരെ നിരാഹാരവും പ്രഖ്യാപിച്ചു. അങ്ങനെ സെപ്റ്റംബർ 18-നായിരുന്നു ഈ ഒരു നിരാഹാരം ആരംഭിച്ചത്. എന്നാൽ അംബേദ്കർ പ്രത്യേക ഇലക്ട്രേറ്റിനുള്ള തന്റെ പിന്തുണ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അവസാനം ഗാന്ധി മരണത്തോടടുക്കുന്നു എന്ന വിവരമറിഞ്ഞ അദ്ദേഹവും ഹിന്ദു നേതാക്കളും കരാറിൽ സമ്മതം ഒപ്പുവെച്ചു. അതിൽ ഒരു പ്രത്യേക വോട്ടർ എന്നത് നിരസിക്കപ്പെട്ടു. എന്നാൽ 10 വർഷത്തേക്ക് ഹിന്ദു വോട്ടർമാരിൽ ദളിതർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുകയുണ്ടായി. അന്ന് അംബേദ്കർ ബ്ലാക്ക് മെയിലിംഗിനെ കുറിച്ച് പരാതിപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഈ ഒരു കരാർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിനും കാരണമായി തീർന്നു. ജ്യോതിബ ഫുലെയാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു. 1935-ൽ ബോംബെ ഗവൺമെന്റ് ലോ കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പളായി നിയമിതനായി. ഡൽഹി സർവകലാശാലയിലെ രാംജാസ് കോളേജിന്റെ സ്ഥാപകനായ ശ്രീ റായി കേദാർനാഥിന്റെ മരണശേഷം അതിന്റെ ഭരണസമിതിയുടെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. തുടർന്ന് 1936-ൽ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി രൂപവൽക്കരിച്ച അദ്ദേഹം 1942 ജൂലൈയിൽ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ലേബർ മെമ്പറുമായി. തുടർന്ന് 1946-ൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപവൽക്കരിച്ച അദ്ദേഹം നാസിക്കിലെ യോല പരിവർത്തന സമ്മേളനത്തിൽ മറ്റൊരു മതത്തിലേക്ക് മാറാനുള്ള തന്റെ ആഗ്രഹം അംബേദ്കർ പ്രഖ്യാപിക്കുകയും തന്റെ അനുയായികളെ ഹിന്ദുമതം വിടുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് 1956 ഒക്ടോബർ 14-ന് ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. 1936 മെയ് 15-നായിരുന്നു അദ്ദേഹം തന്റെ പുസ്തകമായ ദി ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇക്കാലത്ത് കൊങ്കണിൽ നിലനിന്നിരുന്ന ഖോദി സമ്പ്രദായത്തിനെതിരെയും അദ്ദേഹം പോരാടിയിരുന്നു. ഇവിടെ ഘോട്ട് എന്നാൽ കർഷകരെയും കുടിയാന്മാരെയും പതിവായി ചൂഷണം ചെയ്യുന്ന സർക്കാർ റവന്യൂ കളക്ടർമാരെയാണ് അർത്ഥമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സർക്കാരും കർഷകരും തമ്മിൽ നേരിട്ടുള്ള ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ഖോദി സമ്പ്രദായം നിറത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 1937 ബോംബെ നിയമസഭയിൽ അംബേദ്കർ ഒരു ബില്ലും അവതരിപ്പിക്കുന്നുണ്ട്. തൊഴിൽ മന്ത്രി എന്ന നിലയിൽ പ്രതിരോധ ഉപദേശക സമിതിയിലും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. 1940-ൽ പാകിസ്ഥാൻ ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ലാഹോർ പ്രമേയത്തിന് ശേഷം പാകിസ്ഥാൻ എന്ന ആശയത്തെ അതിന്റെ എല്ലാ വശങ്ങളിലും വിശകലനം ചെയ്യുന്ന 400 പേജുള്ള ഒരു ലഘുലേഖ അദ്ദേഹം എഴുതുകയുണ്ടായി. ശൂദ്രർ ആരായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ തൊട്ടുകൂടാത്തവരുടെ രൂപീകരണം വിശദീകരിക്കുവാനും ബാബാ സാഹിബ് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി പിൽക്കാലത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനായി രൂപാന്തരപ്പെട്ടു. എന്നാൽ 1946-ലെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ പിന്നീട് മുസ്ലിം ലീഗ് അധികാരത്തിലിരുന്ന ബംഗാളിലെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ബാബാ സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടു. 1947 ഓഗസ്റ്റ് 15-ന് അദ്ദേഹം ഇന്ത്യൻ നിയമകാര്യ മന്ത്രിയായി. തുടർന്ന് ഓഗസ്റ്റ് 29-ന് ഭരണഘടനാ നിർമ്മാണ സഭ ചെയർമാനായ അദ്ദേഹം 1951-ൽ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. 1952-ൽ ബോംബെ നോർത്തിലെ ആദ്യ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് 1954-ൽ ഭണ്ഡാരയിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വീണ്ടും ലോക്സഭയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞത് 3-ാം സ്ഥാനം മാത്രമാണ്. അങ്ങനെ 1957-ലെ 2-ാം പൊതു തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ബാബാ സാഹിബിന് മരണത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു.
1956 ഡിസംബർ 4 ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. മുംബൈയിലുള്ള അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈതന്യഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഗാന്ധിക്ക് പോലും ഇന്നും ഇന്ത്യയുടെ ആത്മാവിൽ കരിപടർത്തി നിൽക്കുന്ന ജാതീയത എന്ന വിഷത്തെ തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. അവിടെയാണ് അംബേദ്കർ വ്യത്യസ്തനാവുന്നത്. കാരണം കൊണ്ടറിഞ്ഞതിനേക്കാൾ വലുതല്ലല്ലോ കേട്ടറിഞ്ഞത്. ആധുനിക മനു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ